സഹൃദയരായ എല്ലാ ശ്രോതാക്കൾക്കും ഫിലിം സോങ് ജയൻ വേങ്ങേരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് എന്മന്ദഹാസം ഇതിന്റെ അനുപല്ലവി സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. പാട്ടിലേക്ക് കടക്കാൻ നമുക്ക് ബാക്കിയുള്ള എക്സ്പ്ലനേഷൻ ഒക്കെ ഞാൻ തന്നതാണ്. നോക്കാം. എന്നനുഭൂതിതൻ പാദപദാദദ പാദപദാദദ എന്നനുഭൂതിതൻ പാദപദാദദ എന്നനുഭൂതിതൻ സ്വർണതലങ്ങളാൽ സ്വർണത പദ 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 സ്വർണതലങ്ങളാൽ പദ പദ മപ്പമാക സ്വർണതലങ്ങളാൽ പദ പദ മപ്പമാക. ഹാർമോണിയം ഒരു പ്രാവശ്യമൊക്കെ അങ്ങനെ വായിക്കുന്നത് ഹാർമോണിയം വായിക്കുന്നവർക്ക് ഒരു ഉപകാരമാവും. അത് പദ പദ മപ്പമാക സ്വർണതലങ്ങളാൽ നിൻമോഹ സാഗ സഗഗ സാഗ സഗഗ നിൻമോഹ സാഗ സഗഗ പുഷ്പകം മാമപമാഗമഗ മപമഗമഗ മാമപമാഗമഗ പുഷ്പകം നിൻമോഹ സാഗ സഗഗ പുഷ്പകം മാമപമാഗമഗ മമദ പപമ അത് മമനിദപ്പ നിദപ്പ കൂട്ട മമനിദപ്പമ അലങ്കരിക്കാം അലങ്കരിക്കാം മമനിദപ്പമ നിൻമോഹ പുഷ്പകം അലങ്കരിക്കാം. മനസ്സിലായോ? സഗ സഗഗ നിൻമോഹ പുഷ്പകം മാമപമാഗമഗ അലങ്കരിക്കാം മമനിദപ്പമ. സെക്കൻഡ് പാദപന്യദാദദ പാദപ നിദ നിദാദദ പാദപന്യദാദദ എന്നനുഭൂതിതൻ സ്വർണതലങ്ങളാൽ നിൻമോഹ പുഷ്പകം അലങ്കരിക്കാം. ഒന്നുകൂടി. എന്നനുഭൂതിതൻ പാദപന്യദാദദ പാദപ നിദ 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 പാദപന്യദാദദ എന്നനുഭൂതിതൻ പോരെ സ്വർണതലങ്ങളാൽ പദ പദ അവിടെയാണ് സ്വർണത സ്വർണതലങ്ങളാൽ പദ പദ മപ്പമാക നിൻമോഹ പുഷ്പകം അലങ്കരിക്കാം. അവിടെ നിർത്താം. പഞ്ചമത്തില് നിത്യാഗ മണ്ഡപ നിത്യാഗ ഗപ ഗപദനിധ ഗപ ഗതപാരിദാനിധ അങ്ങനെ വായിക്കാം. ഗതപാരിദാനിധ ഗതപാരിദാനിധ ഗപ ഗതപാരിദാനിധ നിത്യാഗ ഗപ ഗപദനിധ അതും പ്ലെയിന് ഗപ ഗപ ഗതപാരിദാനിധ അത് നിങ്ങൾ ടച്ച് ചെയ്ത് വായിക്കാം. നിത്യാഗ മണ്ഡപ നിത്യാഗ മണ്ഡപ നിൻ ഗപ ത്യാഗ ഗപദനി
ത്യാഗ മണ്ഡപ ഗാഗ ത്യാഗ മണ്ഡപ. അടുത്തത് യാഗാഗ്നി തന്നിലൻ. യാഗാഗ്നി തന്നിലെ വേർഡ്സ് ശരിയാക്കിക്കൂടാ. ഗതമാതാമരീരി 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 യാഗാഗ്നി തന്നിലെ യാഗാഗ്നി തന്നിലെ ഗതമാതാമരീരി ഗതമാതാമരീരി യാഗാഗ്നി തന്നിലെ. ഓക്കെ. ചന്ദന നിസസ ചന്ദന നിസസ ധൂമ. മനസ്സിലായോ? ധൂമമായി ധൂമ സഗഗ ധൂമ മായി മാതമ വല്യമ്മ മാതമ. ചന്ദന ധൂമമായി നിസസ ചന്ദന ധൂമമായി സഗഗമാതമ സഗഗമാതമ ധൂമമായി നിസസ സഗഗമാതമ ചന്ദന ധൂമമായി. ഞാനുയ ഗാസഗ ഗാസഗ ഞാനുയ ഇത് പഴയ ആ നോട്ട്. ഗസഗമാതമ അതും വല്യമായാണേ. ഗസഗമാതമ ഗഗരിസ ഞാനുയരാ. അത് ചരണത്തില് ചെറിയ വ്യത്യാസമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഗഗപ ഗഗപദനി പമ തൂമിഴി 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 ഗഗപദനി പമ ഗഗപദ നി പമ ഗഗപദ നി പമ ഗഗപദനി പമ തൂമിഴി തൂമിഴി തൂമിഴി. അവിടെ മാന്നുള്ളത് ചെറുതാണേ. താമര ഗഗ താമര ഗഗ തൂമിഴി താമര ഗഗപദനി പമ ഗഗ. ഓക്കെ. ഗഗപദനി പമ ഗഗ തൂമിഴി താമര. ഓക്കെ. പൂവിതൾ ഗദമഗ പൂവിതൾ തുമ്പിലെ. അവിടേക്കൊന്ന് വേർഡ് ശരിയാക്കണേ. പൂവിതൾ തുമ്പിലെ എന്നൊക്കെ ഞാൻ പാടുന്നത് ശരിയാണോ എന്നുള്ളത് ക്ലിയർ ചെയ്യണേ. വേർഡ്സ് സ്വരം തെറ്റൂല, 100% വിശ്വസിക്കാം. പൂവിതൾ പൂവിതൾ തുമ്പിലെ. അവിടെ ഗദപമ അല്ല ഗദമഗ 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 ഗദമഗയാണേ. തെറ്റിച്ചാൽ ഞാൻ ക്ലിയർ ആക്കൂ. ഗദമഗരീരി പൂവിതൾ തുമ്പിലെ പൂവിതൾ തുമ്പിലെ ഗദമഗരീരി. വെറുതെ പാടണ്ട, വേർഡ്സ് ഓർമ്മയില്ല. എന്തേലും ഓർമ്മയില്ല വേർഡ്സ്. ഇതൊക്കെ കിട്ടിയല്ലോ. ഗദപമ തൂമിഴി താമര തൂമിഴി താമര തൂമിഴി താമര പൂവിതൾ തുമ്പിലെ തൂമിഴി താമര പൂവിതൾ തുമ്പിലെ. മനസ്സിലായില്ലേ? ബാക്കിയൊക്കെ മറ്റേ പോലെ തന്നെ പാടുക. ഇത്രയേ ഉള്ളൂ. ഇത്രയും നല്ലോണം നന്നായി ചിരിക്കുന്ന സ്വരസ്ഥാനൊക്കെ കറക്റ്റാണ്. ഒന്നും പേടിക്കണ്ട. ഞാനൊരു കാര്യം പറയുന്നത്, എനിക്കൊരു ലക്ഷ്യം വേണം.
നിർബന്ധമായിട്ടൊരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു ഞാൻ ഇന്ന എത്ര വരി ഇത്ര മണിക്കൂർ കൊണ്ട് ഇല്ല ഇത്ര ആഴ്ച കൊണ്ട് ഇത്ര കുറച്ച് കഴിവൊക്കെ കുറഞ്ഞവർക്ക് ഒരു മാസം കൊണ്ട് അങ്ങനെ ഒരു ലക്ഷ്യം വെക്കങ്ങൾ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു 6 മാസം കൊണ്ട് ഒരു കണക്ക് വെക്കുക, ഡെഫിനറ്റ്ലി വിജയം കൈവരിക്കുക. അതായത് ഒരു 10% ഉണ്ടാവുള്ളൂ. അതിൽ തന്നെ ഫോക്കസ് ചെയ്യണം. അത് ഏത് ജോലിക്കും അങ്ങനെ തന്നെയാ. സംഗീതം മാത്രമല്ല, ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ വിജയം ഉണ്ടാവുള്ളൂ. മറ്റു ഒരു അലസലായിട്ട് ഇങ്ങനെ ഉറങ്ങി അവിടെ ഇവിടെയും കിടന്ന് അത് നാളെ ചെയ്യുക, അത് മറ്റന്നാൾ ചെയ്യുക, അത് പഠിക്കുക, അത് കുഴപ്പമില്ല. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു കാര്യം വിജയിക്കില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? സംഗീതത്തിൽ ഒരു ലക്ഷ്യം വെച്ചിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെ മാത്രമേ വിജയിക്കുകയുള്ളൂ. ലക്ഷ്യം ഉണ്ടാവും നമുക്ക്. ഞാനതാ ഇന്ന് ഞാനിത് ചെയ്യും വിചാരിച്ച എൻ്റെ ഒക്കെ അടഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാനിത് ചെയ്യും വിചാരിച്ച ശിവരാത്രിയാണ്. അത് ഞാൻ ചെയ്ത് രാവിലെ തുടങ്ങിയതാണ് ഈ പാട്ടിന്റെ പിന്നാലെ ഞാൻ നടക്കല്. എന്തിന്? ആർക്ക് വേണ്ടി? നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഓക്കെ, 100% ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒബീഡിയൻസ് ചെയ്യുകയാണെങ്കിൽ വിജയിക്കും. ഇല്ലെങ്കിൽ വെറുതെ നിങ്ങൾ എന്തിന്? ലക്ഷ്യം ഉണ്ടായാൽ വിജയിക്കും, ലക്ഷ്യമില്ലെങ്കിൽ പരാജയപ്പെടും. ഓക്കെ.